ഇന്ന് ജൂലൈ 19. രക്തസാക്ഷികളും കന്യകുമാരുമായ വിശുദ്ധ ജസ്റ്റ, വിശുദ്ധ റുഫീന എന്നിവരാണ് ഇന്നത്തെ പ്രധാന വിശുദ്ധർ. സ്പെയിനിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഈ സഹോദരിമാർ. മൺപാത്ര നിർമ്മാണമായിരുന്നു ഇവരുടെ തൊഴിൽ. അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവർ ജീവിക്കുകയും തങ്ങളാൽ കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. വിഗ്രഹാരാധകരുടെ ഒരു ഉത്സവത്തിന് ഉപയോഗിക്കുവാൻ വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ ദേഷ്യത്തിൽ വിജാതിയർ അവരുടെ വീടാക്രമിച്ച് നിർമ്മിച്ച മൺപാത്രങ്ങളെല്ലാം നശിപ്പിച്ചു. അതിനെതിരെ അവർ പ്രതികരിച്ചത് വിഗ്രഹാരാധകരുടെ ദേവതയായ വീനസിന്റെ പ്രതിമ തകർത്തുകൊണ്ടാണ്. അതേ തുടർന്ന് ആ നഗരത്തിലെ ഗവർണറായിരുന്ന ഡയോജനിയാനോസ് രണ്ടുപേരെയും തടവിലിട്ടു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വിഫലമായപ്പോൾ അവരെ പലവിധത്തിലും പീഡിപ്പിച്ചു, തടവറയിൽ അടച്ചു. ഭക്ഷണമോ കുടിക്കുവാനോ ഒന്നും കൊടുത്തിരുന്നില്ല. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞപ്പോൾ അവർ തങ്ങളുടെ വിശ്വാസം ഉപേക്ഷിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല. സഹോദരിമാരിൽ ജൂലിയാനയായിരുന്നു ആദ്യം മരണത്തിന് കീഴടങ്ങിയത്. അവളെ കിണറ്റിലെറിഞ്ഞു. തന്റെ സഹോദരിയുടെ മരണത്താൽ റുഫീന തന്റെ വിശ്വാസം ഉപേക്ഷിക്കുമെന്നായിരുന്നു ഗവർണറുടെ കണക്കുകൂട്ടൽ. പക്ഷേ ധീരയായിരുന്ന അവളും തന്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. അതേ തുടർന്ന് റുഫീനയെ സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു. എന്നാൽ ആ സിംഹം വളരെ അത്ഭുതകരമായി ഇണക്കമുള്ള ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവളോട് പെരുമാറി. അവളെ ആക്രമിച്ചില്ല. ഇതുകണ്ട് രോഷാകുലനായി തീർന്ന ഡയോജനിയാനോസ് വിശുദ്ധയെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും അവളുടെ മൃതദേഹം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ധാർമ്മിക മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ഇന്നത്തെ ലോകത്ത് തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഈ കന്യകമാരായ വിശുദ്ധർ കാണിച്ചു തന്ന പാത നമുക്കും പിന്തുടരാം.